വന്യമൃഗശല്യം രൂക്ഷമായതോടെ തൃശൂർ ചേലക്കരയിൽ വൻ പ്രതിഷേധം തുടരുകയാണ്. അറ്റൂരിൽ ബൈക്ക് യാത്രികന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. വാഹനം ഉപേക്ഷിച്ചുകൂടി രക്ഷപ്പെട്ടതിനാൽ ജീവൻ തിരികെ ലഭിച്ചു. സംഭവത്തിന് പിന്നാലെ വാഴക്കോട് പ്ലാഴി റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നു. അതിനിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമവിരുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഇപ്പോഴും വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തിനും ഉണ്ടാകുന്നത് അല്ലേ? ഇപ്പോഴൊരു സംഘർഷ സാധ്യത തന്നെയാണോ അവിടെയുള്ളത്? എന്തായാലും ചേലക്കരയിൽ വൻ സംഘർഷ സാധ്യത അല്ലെ വൻ സംഘർഷം നടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ വൈകിട്ട് 9:30 ഈ ചേലക്കരയിൽ ആറ്റുകളിൽ ബൈക്ക് യാത്രികന് നേരെ ആദ്യം കാട്ടാന പാഞ്ഞെടുക്കുന്നു. പിന്നീട് ആ പ്രദേശത്തെ പല സ്ഥലങ്ങളിലും കാട്ടാന ഒരേപോലെ ഈ ജനവാസ മേഖലകളിലേക്ക് ഒന്നിച്ചെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇതെല്ലാം ജനങ്ങളുടെ ഒരു ആശങ്ക ഇരട്ടിയാക്കുന്നു. ഇവർ തെരുവിലേക്ക്, അതായത് തങ്ങൾക്ക് വീട്ടിൽ കിടക്കാൻ അല്ലെ കിടന്നുറങ്ങാൻ സാധിക്കാതെ വന്നതോടെ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി ഈ സംസ്ഥാന പാത, അതായത് പ്ലാഴി റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതായത് 9:30 ആരംഭിച്ച ഈ ഒരു പ്രതിഷേധം ഈ സമയവും, അതായത് നിലവിൽ ഈ സമയവും അവിടെ തുടർന്നു പോരുന്നു. ഈ റോഡ് ഉപരോധിച്ച ആളുകളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പോലീസ് ശ്രമം നടത്തുന്നതിനിടെ ഈ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാവാതെ വന്നതോടുകൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ, ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവുമായിട്ട് പോലീസ് എത്തിയിരിക്കുന്നത്. ചേലക്കര ആറ്റൂരിൽ പോലീസും അതേപോലെ തന്നെ ജനങ്ങളും തമ്മിൽ കയ്യാങ്കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന പാത ഉപരോധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ഉണ്ടായതോടുകൂടിയാണ് പ്രതിഷേധവുമായിട്ട് അല്ലെങ്കിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ചേലക്കരയിൽ നിന്നും ചെറുത്തുരുത്തിയിൽ നിന്നുമുള്ള പോലീസ് എത്തി പ്രതിഷേധക്കാരെ ആദ്യം അനുനയിപ്പിക്കാൻ നോക്കിയെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാതെ വന്നതോടുകൂടിയാണ് ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം DFOS ആണ് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന നിലപാടിൽ ഉറച്ച് നാട്ടുകാരും എത്രയും വേഗം ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ട് പ്ലാഴി റോഡിലെ സംസ്ഥാന പാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പോലീസും ഇരുഭാഗത്തും നിലയുറപ്പിച്ച് നിൽക്കുന്നതോടുകൂടിയാണ് നിലവിൽ സംഘർഷം ഉടലെടുത്തിട്ടുള്ളത്. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്ത് കണ്ട കാട്ടാനകൾ, 6ഓളം കാട്ടാനകളെ 9:30 ശേഷം വിവിധ സ്ഥലങ്ങളിൽ കാണുന്നു. ഈ ഒരു ഭാഗത്തെ കാട്ടാനയെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തുരത്തി ഓടിച്ചെങ്കിലും മറുഭാഗത്ത് പല ഭാഗങ്ങളിൽ നിന്നും, അതായത് വനത്തിനുള്ളിലെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയിട്ടുള്ള ആനകൾ ഈ പറമ്പുകളിൽ ഇപ്പോഴും മേഞ്ഞു നടക്കുകയാണ്. ഒരു കാട്ടാന ഒരു വീടിന് തൊട്ട് പിൻഭാഗത്ത് വരെ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പടക്കം പൊട്ടിച്ച് ഇവയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാട്ടാനകൾ അവിടുന്ന് വനത്തിനുള്ളിലേക്ക് പോകാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. അതായത് അടിയന്തരമായിട്ട് ഈ കാട്ടാനകളെ വനത്തിലേക്ക് മടക്കി അയക്കുകയും ഒപ്പം തന്നെ കാട്ടാനകൾ ഇറങ്ങാൻ, അതായത് വന്യമൃഗങ്ങൾ തുടർച്ചയായിട്ട് ഇറങ്ങുന്നതിനെ തടയിടാൻ വേണ്ട നടപടി ഉണ്ടാവണമെന്നും ഒപ്പം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായിട്ട് DFO എത്തി തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അല്ലെ തങ്ങൾക്ക് സ്വയമായിട്ട് കിടക്കാൻ ഒരു അവസ്ഥ ഉണ്ടാക്കി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾ നിലവിൽ തെരുവിൽ സംഘടിച്ചു നിൽക്കുന്നത്. KP സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്ഥലത്ത് ഇപ്പോഴും വലിയ പ്രതിഷേധമാണ്, വലിയ സംഘർഷം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. കൃത്യമായ നടപടികൾ വനവകുപ്പ് ഭാഗത്തു നിന്നും മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം.